ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവത്തിൽ ഇന്ന് നമുക്ക് ആനന്ദിക്കാം. നമ്മുടെ ഓരോ പ്രയാസങ്ങളെയും നമ്മുടെ ഉപരി നന്മയ്ക്കായി മാറ്റിത്തീർക്കുന്ന ദൈവസന്നദ്ധിയിൽ ഇന്നത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 37:4-7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ വീണ്ടും ഒത്തുകൂടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെ തന്നെ ഈ പ്രഭാതത്തിൽ വിശുദ്ധീകരിച്ച് ദൈവസന്നദ്ധിയിൽ ആകുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസത്തെ ഓരോ പ്രയത്നവും ഓരോ ആഗ്രഹവും ഞങ്ങളുടെ സമയവും കഴിവുകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ അവിടുന്ന് നൽകി കൂടുതലായി അങ്ങയിൽ വിശ്വസിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സംശയങ്ങളെ ദൂരീകരിക്കണമേ. പ്രത്യേകമായി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ നന്ദി നൽകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, നന്ദി പറയുന്ന ഒരു മനസ്സ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ. പ്രത്യേകമായി ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഉപകാരങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്ന ശീലം ഇന്ന് മുതൽ ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, എല്ലാറ്റിലും ഉപരി അങ്ങാണ് ഞങ്ങൾക്ക് നന്മകൾ വാരി വിതറുന്നത്. അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാ വ്യാജമുഖങ്ങളിൽ നിന്നും വ്യാജ സുഹൃത്തുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, വ്യാജമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ദൈവം ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ മാത്രം ഞങ്ങൾക്ക് ഇന്ന് നൽകി കർത്താവെ, ഇന്നുമെന്നും അങ്ങയോട് കൂടെ ഒന്നായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ അങ്ങേറ്റെടുത്ത് കർത്താവെ, ഞങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥയിലും നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ഇന്ന് കൂടുതൽ അധ്വാനിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ പ്രയത്നങ്ങളെ നീ വിശുദ്ധീകരിക്കുകയും ഇന്ന് അതിനെ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, യാക്കോബ് ശ്ലീഹായിലൂടെ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ദൈവത്തോടടുക്കുവിൻ, അവൻ നിങ്ങളോടടുക്കും. ഇന്നത്തെ ദിവസം അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ, അങ്ങയിൽ വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് അവിടുന്ന് വലിയ സഹായം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ എല്ലാ മേഖലയിലും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സമയം വേണ്ട വിധം ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കഴിവുകൾ, അവസരങ്ങൾ എല്ലാം ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അലട്ടുന്ന എല്ലാ അലസതയിൽ നിന്നും മടിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് കർത്താവെ, കൂടുതൽ ഫലപ്രദമായ ജോലികൾ ചെയ്തു തീർക്കുന്നതിന് ഞങ്ങളെ ഇന്ന് ആശീർവദിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകരുണയാൽ ഇന്ന് ഞങ്ങൾ ഓരോ നിമിഷവും ജീവിക്കുന്നതിന് കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഇന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ
വിമല ഹൃദയത്തിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും സമാധാനവും വരുമാനവും സാമ്പത്തിക സഹായവും വിജയവും മഹത്വവും ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ദൈവമേ ഞങ്ങൾക്ക് തന്നരുളണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന അമ്മേ, ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ മേൽ നീ കനിവ് തോന്നണമേ. എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെക്കപ്പിന് വേണ്ടി പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ദിവസമാക്കി ദൈവമേ കൂടുതൽ ദൈവകൃപ സ്വീകരിക്കുന്ന ദിവസമാക്കി മാറ്റണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നത്തെ ദിവസം നിന്റെ പരിശുദ്ധ സാന്നിധ്യവും സഹായവും പ്രാർത്ഥനയും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങൾക്ക് എല്ലാ മേഖലയിലും സന്തോഷവും സമാധാനവും സംരക്ഷണവും നൽകി നിങ്ങളുടെ യാത്രകളെ ഇന്ന് വിജയിപ്പിക്കട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം രുചിച്ചറിയുവാനുള്ള കൃപ നൽകി ഇന്ന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.